പക്കായിരുന്നു. ഒന്നും എഡിറ്റ് ഒരു സാധനം പോലും കളഞ്ഞില്ലല്ലേ? ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല. എത്ര പേരുണ്ട്? എല്ലാവർക്കും ഡയലോഗ് ഉണ്ട്. അതാണ് വലിയ 2 മണിക്കൂർ പടം. യഥാർത്ഥത്തില് ജീവിതത്തില് ഈ മരണം വീട്ടിൽ പോവുകയും അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് ചിരി വരികയും ചിരി അടക്കി പിടിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്ത നോബി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഈ ചില മരണ വീട്ടിൽ പോകുമ്പോൾ ചില കഥാപാത്രങ്ങൾ കണ്ടാൽ നമുക്ക് ചിരി വരുമെന്ന്. അവരുടെ ബോഡി ലാംഗ്വേജ് നിപ്പും മോളോട്ട് നോക്കി ഇങ്ങനെ മുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ആലോചിക്കുന്നതൊക്കെയാണ്. ഞാൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം നോക്കും, ഇങ്ങനെ കംപ്ലീറ്റ് വാച്ച് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ. ചില ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, നമ്മളവിടെ വേറെ സംഭവം നടന്നത്. അത് ഭയങ്കര അത് ഈ മരണ വീടാകുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് സംസാരിക്കുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ കസേരയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടിട്ട് ഈ സ്ലാബ് പൊട്ടി കുഴിക്കകത്ത് വീണിട്ടുണ്ട്. ഭയങ്കര വിഷയമായിരുന്നു. കക്കൂസിന്റെ പണ്ടത്തെ സ്ലാബുകളൊക്കെ ബലക്കുറവായിരുന്നു. എന്റെ മേളിൽ കസേര ഇട്ടിരുന്ന അറിയില്ല, ഇങ്ങനെ കരിയിലൊക്കെ കിടക്കുന്നുണ്ട്. പഴയ കുഴിയിൽ. പിന്നെ 3 പേര്, ഒരാളല്ല 3 പേര്. ഇവിടെ പഴയ സ്ലാബ് ഈ കക്കൂസ് ഇടിച്ചു കഴിഞ്ഞ സ്ലാബൊക്കെ മറന്നു പോകും. ഇപ്പൊ ഈ മരണം വരുമ്പോഴാണ് അങ്ങോട്ടൊക്കെ ആള് ചെയ്യണത്. അല്ലെങ്കിൽ വീട്ടുകാർന്നവർ അങ്ങോട്ട് പോകൂല. ഇത് പരിചയവും കാണൂല. വന്ന് പണ്ടത്തെ കസേര വലിച്ചിട്ട് 2 പേര് ഇരുമ്പ് കസേര, അതിലും ബലം ഉണ്ടപ്പ. ഈ സ്ലാബ് ദ്രവിച്ചിരിക്കുന്ന സാധനമുണ്ട്. ഇപ്പോഴേ ഒരാളും കൂടെ കയറിയപ്പോ വെയിറ്റ് 3 പേര് ലിഫ്റ്റിൽ പോകും പോലെ 3 പേര് ഒരേപോലെ പോകും. ബോഡി വരെ എണീറ്റ് തിരിച്ചു പോകും.